യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതായത് മുഖ്യമന്ത്രി ആര്, പ്രതിപക്ഷ നേതാവ് ആര്, ആ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമായിട്ടില്ല. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ഒക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ വീണ്ടും ചർച്ചകൾ തുടരുന്ന സാഹചര്യമുണ്ടാകും. അത് സർക്കാരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും. പ്രധാനപ്പെട്ട വകുപ്പുകൾ ആർക്കൊക്കെ നൽകും, അതിൽ തന്നെ നമുക്കറിയാം ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷി എന്നത് UDF-ൽ ഇപ്പോൾ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് തീർച്ചയായും 4 വകുപ്പുകളെങ്കിലും നൽകേണ്ടതായി വരും. അതിൽ തന്നെ ആ വകുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൂടി കൈകാര്യം ചെയ്യേണ്ടതായി വരും. ഒപ്പം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇത്തവണ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റോടു കൂടിയാണ് 8 പേർ മത്സരിച്ചതിൽ 7 പേരെ വിജയിപ്പിച്ചെടുക്കുക എന്ന വലിയ നേട്ടത്തോടു കൂടിയാണ് ഈ മന്ത്രിസഭയുടെ ഭാഗമാകാൻ പോകുന്നത്. മറ്റ് ചില ആളുകൾക്കൊക്കെ RSPയിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. അനൂപ് ജേക്കബ് മന്ത്രിയാകുമോ, എത്ര സമയം കാലാവധി, അങ്ങനെ CP ജോൺ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഭാഗമായി കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അതിലൊരു പ്രതികരണം പുതുതായി വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഈ വകുപ്പുകളിലെ താല്പര്യങ്ങൾ നേരത്തെ പ്രകടിപ്പിച്ചവരിൽ ഒരാളായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ നേതാവ് അപ്പു ജോൺ ജോസഫ്. അപ്പു അന്ന് പറഞ്ഞത് കൃഷി വകുപ്പ് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ട് എന്നതായിരുന്നു. അപ്പുവിൻ്റെ ആ വാക്കുകൾ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും താല്പര്യമുള്ള വകുപ്പാണ്. പക്ഷെ അതൊക്കെ പാർട്ടി നേതൃത്വം എടുക്കേണ്ട തീരുമാനമാണ്. യെസ്, എന്തായാലും കൃഷി വകുപ്പിലാണ് അപ്പു ജോൺ ജോസഫ് താല്പര്യം പറഞ്ഞത്. പക്ഷേ കൃഷി വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നൊരു ആവശ്യം ഉയർത്തുകയാണ് കർഷക കോൺഗ്രസ്. ചെറു പാർട്ടികൾക്ക് കൃഷി വകുപ്പ് കൊടുക്കരുത്, ആവശ്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കും എന്നുകൂടിയാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവരാജൻ മാത്തൂർ ആവശ്യപ്പെടുന്നത്. ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൃഷി വകുപ്പാണ്. അപ്പോൾ ഈ കൃഷി അതൊരു ഉൽപ്പാദന മേഖല, ഇന്ത്യ എന്ന് പറയുമ്പോൾ അതൊരു കാർഷിക രാജ്യമാണ്. അത് നിലനിർത്തേണ്ട ബാധ്യത ഗവൺമെൻറ്റുകൾക്കുണ്ട്. അതുപോലെ തന്നെ അത് ഒരു നാഷണൽ പാർട്ടി ഏറ്റെടുക്കുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു മെച്ചം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ദേശീയ തലത്തിലുമൊക്കെ കാർഷിക മേഖലയുണ്ടാകുന്ന പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേന്ദ്രം അതുപോലെ തന്നെ സംസ്ഥാനവും ഒക്കെ യോജിച്ച ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കാർഷിക മേഖല ഇന്ന് നിൽക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച നടത്തി അതിന് ക്രിയാത്മകമായ ഒരു നിർദ്ദേശം ഉണ്ടാക്കി അത് മുന്നോട്ട് വയ്ക്കണം എന്നാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നത്. യെസ്, ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നത് തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി നേരിട്ട പൊളിറ്റിക്കൽ പാർട്ടി എന്നത് കേരള കോൺഗ്രസ് M ആയിരുന്നു. ഇത്തവണ കേരള കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ ഒരു പ്രതിനിധി പോലും നിയമസഭയിലില്ല. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് വലിയ അസ്വാരസ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഒന്ന്, ഈ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ന്റെ ഭാഗമാകാൻ അവസരമുണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുത്തി എന്ന ഒരു വിമർശനം ഉയരുന്നുണ്ട്. ഇനി ഇടതുമുന്നണിയിൽ തുടരേണ്ടതില്ല എന്ന അഭിപ്രായം ഉയരുന്നുണ്ട്. ഒരു ഭാഗത്ത് NDAയുടെ ഭാഗമാകണം കേരള കോൺഗ്രസ് എന്ന തരത്തിലുമൊക്കെയുള്ള നിരീക്ഷണങ്ങൾ ആ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയരുന്ന രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടായിരുന്നു. അക്കാര്യങ്ങളൊക്കെ നേരത്തെ ന്യൂസ് ടെൻസ് അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. എന്നാൽ ഇപ്പോഴിതാ ഒരു മുന്നണിയിലേക്കും തങ്ങളെ ആരും ക്ഷണിക്കേണ്ട എന്നാണ് കേരള കോൺഗ്രസ് M പറയുന്നത്. ഇടതുമുന്നണി വിട്ടുപോകുന്ന ഒരു തീരുമാനവും കേരള കോൺഗ്രസ് എടുത്തിട്ടില്ല. NDA മുന്നണിയിലേക്ക് പോകണമെന്ന അഭിപ്രായം ഒരാളും പാർട്ടി യോഗത്തിൽ ഉന്നയിച്ചിട്ടില്ല. ഇടതുമുന്നണിയെ ശക്തമായി തുടരുമെന്നും മറിച്ചുള്ള വാർത്തകൾ തെറ്റാണ് എന്നുമാണ് ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ് വ്യക്തമാക്കുന്നത്. ഒരാളും പറഞ്ഞില്ല, അങ്ങനെ ചർച്ചയെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റി വിലയിരുത്ത കാര്യങ്ങൾ മുന്നോട്ട് LDF നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ ജില്ലാ കമ്മിറ്റികളെല്ലാം കൂടാൻ തീരുമാനിച്ചു. താഴോട്ട് മണ്ഡലം കമ്മിറ്റി വരെ എല്ലാ കമ്മിറ്റികളും ചേരാനും ഒക്കെ തീരുമാനിച്ചു. പാർട്ടിയുടെ നേതാക്കളെ ചുമതലപ്പെടുത്തി. എല്ലാ ദിവസവും കോൺഗ്രസ് നേതാക്കളെ ഞങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെ ഇനി ക്ഷണിക്കേണ്ട എന്ന് വരെ പറയുന്ന സ്ഥിതി ഉണ്ടായല്ലോ. അതുകൊണ്ട് ഞങ്ങളെ ക്ഷണിക്കേണ്ട, ഞങ്ങളങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. ആലോചനയില്ലാത്ത സമയത്ത് ക്ഷണിച്ചിട്ടപ്പം അവർക്ക് താല്പര്യം കാണും, നമ്മളത് നിഷേധിക്കാനൊന്നും കഴിയില്ല. അവിടെ ഓരോ താല്പര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീജിത്ത്, എന്തായാലും ഈ പാർട്ടിയിൽ കൃത്യമായ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രതികരണമടക്കമൊക്കെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പക്ഷേ NDAയിലേക്കൊന്നും പോകാൻ ആരും പറഞ്ഞില്ല, അങ്ങനെ ഒരു അഭിപ്രായവും ഉയർന്നിട്ടില്ല എന്നതാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് M-ന്റെ നിലപാട്. അങ്ങനെയൊരു വാർത്തയും റിപ്പോർട്ടുകളും ഒക്കെ നേരത്തെ വന്നതുമാണ്. അത് പൂർണ്ണമായും തള്ളുകയാണല്ലോ ഇപ്പോൾ കേരള കോൺഗ്രസ് ചെയ്യുന്നത്. അഭിലാഷ, 2 കാര്യങ്ങളാണ് വിശദീകരണം ഉള്ളത്. ഒന്ന്, NDA എന്നുള്ളത് ചർച്ചകളുടെ ഭാഗമായി വന്നതാണ്. പക്ഷേ സ്വാഭാവികമായും പ്രതീക്ഷിച്ചിരുന്നത് ഒരുപക്ഷെ കേരള കോൺഗ്രസും വൈകാതെ UDF-ലേക്ക് തിരികെ കയറാൻ ശ്രമിക്കും എന്നുള്ളതാണ്.
ഈ വാർത്തയുടെ ഒരു സ്റ്റീഫൻ ജോർജിന്റെ ഒരു പ്രതികരണത്തിൽ വന്നിരിക്കുന്നത് തങ്ങളെ ആരും ക്ഷണിക്കേണ്ട, അതായത് UDF-ഉം ക്ഷണിക്കേണ്ട, UDF-ന് അത്തരം താല്പര്യമൊക്കെ ഉണ്ടാകും എന്ന് ഇപ്പോഴും പറയുകയാണ് സ്റ്റീഫൻ ജോർജ്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല, ഞങ്ങളുടെ ആലോചനയിൽ പോലുമില്ല, ചർച്ചയോ തീരുമാനമോ എന്നല്ല, ഞങ്ങളുടെ ആലോചനയിൽ പോലും അതില്ല എന്നുകൂടി അവർ പറയുകയാണ്. അതായത് ഒരു കാര്യം ഉറപ്പാണ്, കേരള കോൺഗ്രസ് എമ്മിന് ഈ ഒരു ഘട്ടത്തിൽ UDF-ലേക്ക് പോയാലും പ്രത്യേകിച്ച് കാര്യമായ നേട്ടമൊന്നും ഈ ഘട്ടത്തിൽ ലഭിക്കില്ല. പക്ഷേ കുറച്ച് കാലം എടുത്ത് പതുക്കെ അടുത്ത സർക്കാരിന് മുന്നോടിയായി പോകാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് UDF ആകുമോ NDA ആകുമോ എന്ന് നമുക്ക് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ ഇടതുമുന്നണിയുമായി ഒരൽപ്പം അകന്നു നിൽക്കാൻ കേരള കോൺഗ്രസ് എം നീക്കം നടത്തി എന്നുള്ള വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ഇടതുമുന്നണിയിൽ നിന്ന് കൂടി കൂടുതൽ സമ്മർദ്ദം ഉണ്ടായതോടുകൂടിയാണ് കേരള കോൺഗ്രസ് എം ഇങ്ങനെ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് CPM-നെ സംബന്ധിച്ച് വളരെ പൊള്ളുന്ന ചില പ്രതികരണങ്ങളാണ് ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് CPM അണികൾ ക്രോസ് വോട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫലത്തിൽ CPM കേരള കോൺഗ്രസ് എം ബന്ധത്തിലൊരു ഉലച്ചിൽ സംഭവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തുടർ വാർത്തകളും ഉണ്ടായത്. പക്ഷേ ആ വാർത്തകളെല്ലാം തൽക്കാലം നിഷേധിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം രാഷ്ട്രീയ സാഹചര്യം, കാലാവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് എന്നുള്ളത് മാത്രം ആയി വേണം മനസ്സിലാക്കാൻ. അഭിലാഷ്. യെസ്, ഈ സൂചിപ്പിക്കുന്ന പോലെ തോൽവിക്ക് ശേഷം നിരവധിയായ ചർച്ചകൾ കേരള കോൺഗ്രസിന് എമ്മിനകത്ത് നിന്ന് ഉരുത്തിരിയുന്ന പശ്ചാത്തലത്തിൽ ആണ് ചിലരെങ്കിലും വിമതസ്വരവുമായി രംഗത്ത് പരസ്യമായി തന്നെ എത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു പ്രതികരണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.